എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ വിവിധ പവർ ഘടകങ്ങളിൽ വൈദ്യുതിയും ഊർജ്ജവും എങ്ങനെ അളക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. സിംഗിൾ ഫേസ് AC സർക്യൂട്ടുകളിലെ പവർ, എനർജി, ലാഗിംഗ് പവർ ഫാക്ടർ എന്നിവ അളക്കുക. സിംഗിൾ ഫേസ് AC സർക്യൂട്ടുകളിലെ പവർ, എനർജി, ലീഡിംഗ് പവർ ഫാക്ടർ എന്നിവ അളക്കുക. സ്വഭാവ സവിശേഷതകൾ ഗ്രാഫിക്കലായി താരതമ്യം ചെയ്യുക. പ്രാക്ടിക്കൽ സെഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് പവർ ഫാക്ടർ ചർച്ച ചെയ്യാം. എന്താണ് പവർ ഫാക്ടർ? ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം എങ്ങനെ ഇൻകമിംഗ് പവർ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അളവാണ് പവർ ഫാക്ടർ. വൈദ്യുത സംവിധാനത്തിലേക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതി ഫലപ്രദമായി ഉപയോഗിക്കുന്നുവെന്ന് ഹൈ പവർ ഫാക്ടർ കാണിക്കുന്നു. ലോ പവർ ഫാക്ടർ കാണിക്കുന്നത് വൈദ്യുത സംവിധാനത്തിലേക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുതി ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ഇത് നഷ്ടത്തിന് കാരണമാകുന്നു. രണ്ട് തരത്തിലുള്ള വൈദ്യുതി ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആൾട്ടർനേറ്റിംഗ് കറന്റ് AC, ഡയറക്റ്റ് കറന്റ് DC. AC സർക്യൂട്ടുകളിൽ പവർ ഫാക്ടറിന്റെ മൂല്യം എല്ലായ്പ്പോഴും 0-നും 1-നും ഇടയിലാണ്. എന്നാൽ ആവൃത്തിയില്ലാത്തതിനാൽ DC സർക്യൂട്ടുകളിൽ പവർ ഫാക്ടർ ഇല്ല. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള കോണിന്റെ കൊസൈനെ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നു. AC സർക്യൂട്ടുകളിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 എന്നിരുന്നാലും പ്രായോഗികമായി പറഞ്ഞാൽ രണ്ടും തമ്മിൽ ചില ഫേസ് സെപ്പറേഷൻ ഉണ്ടാകുന്നു. ഇവ രണ്ടും തമ്മിലുള്ള ഫേസ് വ്യത്യാസത്തിന്റെ സൈനാണ് പവർ ഫാക്ടർ. AC സർക്യൂട്ടുകളിലെ പവർ തരങ്ങൾ. AC സർക്യൂട്ടുകളിൽ സാധാരണയായി 3 തരം പവറുണ്ട്. ഒന്ന്, അപ്പാരന്റ് പവർ, S എന്ന് സൂചിപ്പിക്കുന്നു. ഫോർമുല S = V/I. യൂണിറ്റ് വോൾട്ട് ആംപിയർ VA. 2, റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ. P എന്ന് സൂചിപ്പിക്കുന്നു. ഫോർമുല P = V/I cos π. യൂണിറ്റ് വാട്ട് W. 3, റിയാക്റ്റീവ് പവർ. Q എന്ന് സൂചിപ്പിക്കുന്നു. ഫോർമുല Q = V/I sin π. യൂണിറ്റുകൾ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് VAR. നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് പരിഗണിക്കാം. ഇവിടെ ഒരു ഇൻപുട്ട് പവർ സപ്ലൈയും ഒരു ലോഡും അടങ്ങുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻപുട്ട് പവർ സപ്ലൈയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വൈദ്യുതിയെ അപ്പാരന്റ് പവർ എന്നും ലോഡ് ഉപയോഗിക്കുന്ന പവർ റിയൽ പവർ അല്ലെങ്കിൽ ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് വിളിക്കുന്നു. ഒരു AC സിസ്റ്റത്തിലെ വൈദ്യുതോർജ്ജം ഒരു ലോഡിലേക്ക് ഒഴുകുമ്പോൾ എല്ലാ ശക്തിയും ലോഡ് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ലോഡിന്റെ സ്വഭാവം കാരണം കുറച്ച് പവർ പാഴാകുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യാം. ഈ പ്രതിഫലിക്കുന്ന ശക്തിയെ റിയാക്റ്റീവ് പവർ എന്ന് വിളിക്കുന്നു. പവർ ട്രയാങ്കിൾ, ശക്തി ത്രികോണം, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ എന്നിവ തമ്മിലുള്ള ബന്ധം കണക്കാക്കുന്ന പ്രാതിനിധ്യ ത്രികോണമാണ്. നൽകിയിരിക്കുന്ന പവർ ട്രയാങ്കിളിനുള്ളിൽ ട്രൂ പവറിനല്ലെങ്കിൽ ആക്റ്റീവ് പവറിൻ്റെയും അപ്പാരന്റ് പവറിൻ്റെയും റേഷ്യോ എടുത്താൽ നമുക്ക് പവർ ഫാക്ടർ ലഭിക്കും. പവർ ഫാക്ടർ cos amp = ആക്റ്റീവ് പവർ / apparent power = kW/kVA. നമുക്കൊരു ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ചർച്ച ചെയ്യാം. ഉദാഹരണം 1. ചിത്രത്തിൽ പദം നിറഞ്ഞ കാപ്പി കപ്പ് നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇവിടെ കാപ്പി പാനീയത്തിന്റെ ഉള്ളടക്കം റിയൽ പവറിന് സമാനമാണ്. കാപ്പിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്ന പതയെ റിയാക്റ്റീവ് പവറിന് സമാനമാണ്. കൂടാതെ കാപ്പിയും നുരയുമുള്ള കപ്പിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം പ്രത്യക്ഷ ശക്തിക്ക് സമാനമാണ്.
ഉദാഹരണം 2. അതുപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു കപ്പ് കോക്കിന്റെ പ്രത്യക്ഷവും യഥാർത്ഥവും പ്രതിപ്രവർത്തനമായ ശക്തിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം 3. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിപ്പ് ബാഗിലെ അപ്പാരന്റ് പവർ, റിയൽ അല്ലെങ്കിൽ ട്രൂ പവർ, റിയാക്റ്റീവ് പവർ എന്നിവ കാണുവാൻ കഴിയും. പവർ ഫാക്ടറുകളുടെ തലങ്ങൾ. 3 തരത്തിലുള്ള പവർ ഫാക്ടറുകൾ ഉണ്ട്. 1. യൂണിറ്റി പവർ ഫാക്ടർ. 2. ലാഗിംഗ് പവർ ഫാക്ടർ. 3. ലീഡിംഗ് പവർ ഫാക്ടർ. 1. യൂണിറ്റി പവർ ഫാക്ടർ. വോൾട്ടേജും കറണ്ട് സിഗ്നലുകളും ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടറിൽ ഫേസ് വ്യത്യാസമില്ലെന്ന് ഇത് കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ നഷ്ടങ്ങൾ ഇല്ലാതെ മാക്സിമം പവർ ലോഡ് ഉപയോഗിക്കുന്നു. അതിനാൽ പവർ ഫാക്ടർ 1 അതിനാൽ ഇതിനെ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നു. യൂണിറ്റി പവർ ഫാക്ടറിൽ പ്രധാന വൈദ്യുതി വിതരണത്തിന്റെ മുഴുവൻ ഭാഗവും ഉപയോഗപ്രദമായി ജോലി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പവറും നഷ്ടമാകുന്നില്ല. യൂണിറ്റി പവർ ഫാക്ടർ എപ്പോൾ സംഭവിക്കും? ഒരു DC സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഇല്ലാത്തതിനാൽ പവർ ഫാക്ടർ എപ്പോഴും ഒന്നോ ഏകത്വമോ ആണ്. AC സർക്യൂട്ടിന്റെ കാര്യത്തിൽ വിതരണവുമായി പൂർണ്ണമായും റെസിസ്റ്റീവ് ലോഡ് ബന്ധിപ്പിക്കുമ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ സംഭവിക്കുന്നു. ഇൻകാൻഡസന്റ് ലാമ്പുകൾ, ഇലക്ട്രിക് ഹീറ്ററുകൾ, ഇലക്ട്രിക് അയണുകൾ മുതലായ റെസിസ്റ്റീവ് ലോഡുകളിൽ യൂണിറ്റി പവർ ഫാക്ടർ സംഭവിക്കും. ഒരു പവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന കറണ്ടും നൽകുന്ന വോൾട്ടേജും തമ്മിൽ ഒരേ ഫേസിലായിരിക്കും. അതായത് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും.